عليكم ورحمة الله تعالى وبركاته. الحمد لله الذي أفاض على عباده النعمة وكتب على نفسه الرحمة، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. إخواني في الله، اتقوا الله بالسر والعلن وذروا الفواحش ما ظهر منها وما بطن. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. صدق الله مولانا الذي يبين. وقدر اسماء آيات التهاني والتبريكات لوقار صاحب السمو الشيخ خليفة بن زايد آل نهيان حفظه الله ورعاه، رئيس دولة الإمارات العربية المتحدة والقائد الأعلى للقوات المسلحة، وإلى آخر صاحب السمو الشيخ محمد بن راشد المكتوم حفظه الله ورعاه، نائب رئيس الدولة ورئيس مجلس الوزراء وحاكم الوكيل، وإلى صاحب السمو الفريق الأول محمد بن زايد آل نهيان حفظه الله ورعاه، ولي أهل أبو ظبي. اللهم تكن أعمارهم في خدمة دينك القديم، وفقهم الله موافقين من عباده الصالحين. ആദരണീയരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാനും വിശുദ്ധമായ വ്യക്തിജീവിതം നയിക്കുവാനും അതുവഴി അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗ്ഗം നരകമാക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനും ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്തെ മലയാളികളുടെ എല്ലാവിധ കൂട്ടായ്മയ്ക്കും സാക്ഷി വഹിക്കുന്ന ഈ മസ്ജിദ് അബ്ദുൽ ഖാലിഖിൽ കൂടി ഒരിക്കൽ കൂടി നാം ഒരുമിച്ച് കൂടുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിന്റെ രാത്രികാല ജോലിയുടെ തിരക്കിന്റെ ഇടയിലും ഈ വിശുദ്ധമായ മജ്‌ലിസിലേക്ക് എത്താൻ വെമ്പൽക്കൊള്ളുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും നിഅമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ വിസ്മരിക്കരുത് എന്നതാണ് ഇന്നത്തെ വിഷയം. ഔഖാഫ് നൽകിയിരിക്കുന്ന വിഷയമാണ്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ഈ മജ്‌ലിസിൽ ഇരിക്കുന്നത് തന്നെ അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഒരു മനുഷ്യൻ കൈവാലയത്തിന്റെ കില്ലയിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ജ്അൽനി മിനൽ ഖലീൽ, അല്ലാഹുവേ എന്നെ ന്യൂനപക്ഷത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാൻ. OBC ആവാനോ സ്കോളർഷിപ്പ് കിട്ടാനോ അല്ല. അടുത്ത് നിന്ന് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ദുആയാണ് ചെയ്തത്? കൈവയുടെ കില്ലയിൽ പിടിച്ചിട്ട് അല്ലാഹുവേ നീ എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണേന്ന് ദുആ ചെയ്യാൻ കാരണമെന്ത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പറ്റേ ഞാൻ പറഞ്ഞ ന്യൂനപക്ഷം നിങ്ങൾ പറയുന്ന ന്യൂനപക്ഷമല്ല, ഞാൻ പറയുന്ന അല്ലാഹു ഖുർആനിൽ പറഞ്ഞൊരു ന്യൂനപക്ഷമുണ്ട്. വഖലീലുൻ മിൻ ഇബാദിയ ശുക്കൂർ, അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നവൻ അടിമകൾ എപ്പോഴും ന്യൂനപക്ഷമായിരിക്കും. വഖലീലുൻ മിൻ ഇബാദിയ ശുക്കൂർ, അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന് അവന്റെ അനുഗ്രഹത്തിനോട് എപ്പോഴും നന്ദി കാണിക്കുന്നവന്റെ അടിമകൾ. അല്ലാഹുവിന്റെ അടിമകൾ ധാരാളമുണ്ട്, പക്ഷേ ആ അടിമകളിൽ ഒരു ന്യൂനപക്ഷമുണ്ട്. അവർ അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കുന്നവരാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ട്. ആ ഓർമ്മ നാം നമസ്കരിക്കുന്ന നിർവഹിക്കുന്ന നമസ്കാരം, നമ്മുടെ ഇബാദത്ത്, നമ്മുടെ തസ്ബീഹ്, നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ അല്ലാഹു നൽകിയ അനുഗ്രഹത്തിനുള്ള നന്ദിയാണ്. നമ്മൾ ധാരാളം പറയുന്നു അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. ഈ തസ്ബീഹുകളൊക്കെ അല്ലാഹു നൽകിയ അനുഗ്രഹത്തിലുള്ള ശുക്റാണ്. ഇത് ഖൗലു ശുക്റാണ്, നന്ദിയുടെ വാക്കുകൾ. നന്ദിയുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ എനിക്ക് നോക്കുന്ന
എന്തുണ്ട് വിശേഷം? തീർന്നു. എടാ പോടാ 4 എണ്ണം പറഞ്ഞ് ഒരു സലാമിന് എന്തൊരു ചിന്തയെടുത്തുകാരന് ഒന്ന്. യഥാർത്ഥത്തിൽ അറബികളുടെ അത് ഖുർആന്റെ ഭാഷയുടെ പ്രത്യേകത. ഇങ്ങനെ ആ സമയത്ത് അള്ളാഹ് എന്ന് പറയാൻ ഒരു തുടങ്ങൂല. നമ്മളാണെങ്കിലും ഇടപോലെ എന്താ ഒരു സുഖമൊക്കെയല്ലേ. നമ്മളവിടെ അള്ളാഹുവില്ല, നബിയില്ല, റസൂലില്ല. പൊതുവേ തന്നെ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനോട് നന്ദിയില്ലാത്തവരാണ്. യഥാർത്ഥത്തിൽ ഒരു ഇംഗ്ലീഷുകാരനോട് അൽഹംദുലില്ലാഹ്, ഒരറബിയോട് അല്ലാതെ പറയും. ഒരു ഉറുദുക്കാരനോട് ചോദിക്കും ഭായ് കൈസാ ഹൈ, ഭായ് ഖൈരിയത്ത്, ടീക്ക് ഖൈരിയത്ത്. അവരെല്ലാത്തിനും തൃപ്തിയാണ്. എന്നാലും മലയാളികൾ ചോദിക്കും എങ്ങനെയുണ്ട്, എന്ത് പറയാൻ, തട്ടി കൂട്ടിയൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോഴും യഥാ നമ്മളെല്ലാ രീതിയിലും ഇങ്ങനെയൊക്കെ വന്ന് തട്ടിയും കുട്ടിയൊക്കെ യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ദിവസം ആദ്യം നിങ്ങളോട് പറയുക, അവരെപ്പോഴേ എന്നോട് ചോദിച്ചു എത്ര സമയം ഉണ്ടാവും. കാരണം ഈ വന്ന കഴിയുമ്പോഴേ അതുകൾ ഏറ്റവും സംസാരിക്കുന്ന ആളെയാണ്. ബാക്കിയൊക്കെ 10 മിനിറ്റ്. ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ബാക്കിയുള്ളവരൊക്കെ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരും. ഏറ്റവും സംസാരിക്കുന്ന ഞാൻ. അതുകൊണ്ട് എല്ലാവർക്കും ഔക്കാഫത്ത് ഉദ്യോഗസ്ഥർക്ക് എല്ലാവരെയും ഞാൻ എന്റെ കൂടെ വന്നാൽ പാടാം. എനിക്കാണെങ്കിലും നിങ്ങളെ തൃപ്തിപ്പെടുത്താതെ പോകാൻ എനിക്കൊരു വിഷമമാണ്. ഞാനൊരു 10 മിനിറ്റ് പറഞ്ഞിട്ട് പോയാൽ നിങ്ങളൊക്കെ വന്നത് വെറുതെ എന്തായി. എനിക്ക് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. ഇത് പണ്ടാരെ പറഞ്ഞ പോലെ എല്ലാ ഗുണമുള്ള പെണ്ണിനെ കെട്ടണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ നോക്കി ആഗ്രഹിച്ച് പെണ്ണിനെ കിട്ടിയപ്പോൾ അത് പെങ്ങളായി പോയി. പിന്നെ കെട്ടാൻ പറ്റും. എല്ലാ ഗുണവും ഒത്ത പെണ്ണിനെ കിട്ടിയപ്പോൾ അത് പെങ്ങളായി പോയി, സ്വന്തം പെങ്ങളായി പോയി. ഇനിയിപ്പോ എല്ലാം ആഗ്രഹിച്ചിരുന്നു പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ ഞാനൊരു ധാരണ തിരുത്തുകയാണ്. അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് അനുഗ്രഹം രേഖപ്പെടുത്തുന്നത് നമ്മളെല്ലാം അറിയാം. അതിന് നമ്മൾ അനുഗ്രഹം രേഖപ്പെടുത്തുന്നല്ല. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ ശുക്രിന്റെ വാക്കുകളാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനുള്ള വാക്കുകളാണ്. നമ്മൾ 70,000 ദിക്റൊക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ നാം ചെയ്യുന്ന ഇതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് പകരമാവും. അതാണ് നമ്മുടെ വിഷയം. നമ്മൾ ഈ പറയുന്നതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് പകരമാവോ? ഞാനൊരു വിഷയം ഒരു ആന്റി ക്ലോക്ക് വൈസിലേക്ക് പോവുകയാണ്. കരികാലത്തിന്റെ സ്ഥിതി പോകോട്ട് കലർന്ന നമ്മളീ പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ശുക്രാവോ എന്ന് ചിന്തിക്കും. പാരാവാരം പോലെ പലവരിക്കുന്ന മഹാസമുദ്രത്തിന്റെ നടുവിൽ ഉയർത്തപ്പെട്ട പർവ്വതത്തിന്റെ മുകളിൽ ഒരു മഹാനായ മനുഷ്യൻ അള്ളാഹു വിവാഹം ചെയ്തു. 4 പാട് സമുദ്രം, ഒരാളുമില്ല. അതിന്റെ മുകളിൽ ഒരു പർവ്വതം, അതിന്റെ മുകളിൽ ഇരുന്ന് ഒരു മനുഷ്യൻ 500 വർഷക്കാലം അള്ളാഹു വിവാഹം ചെയ്തു. ആ മനുഷ്യന് ഭാര്യയില്ല, മക്കളില്ല, ദുനിയാവിന്റെ സംസാരമില്ല. 24 മണിക്കൂറും അള്ളാഹുവിനോടുള്ള ദിക്ർ മാത്രം. അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം അള്ളാഹു അയാളുടെ മുമ്പിലൂടെ ഒരു കൈപ്പത്തിയുടെ വലിപ്പമുള്ള ഒരു പുഴയും അതിന്റെ ഒരു ഓരത്ത് രാവിലെയും വൈകുന്നേരവും ഒരു പഴം മാത്രം കായ്ക്കുന്ന ഒരു ഉമ്മാൻ വൃക്ഷവും അള്ളാഹു ഉറപ്പിച്ചു കൊടുക്കും. രാവിലെയും വൈകുന്നേരവും വിശപ്പ് സഹിക്കാൻ വയ്യാതാകുമ്പോൾ ഒരു കുമ്പിൾ വെള്ളവും ഒരു ഉമ്മാമ്പഴവും മാത്രം കഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവനും 500 വർഷക്കാലം ഇയാൾ അള്ളാഹുവിന്റെ ഇബാദത്തും ദിക്റുമായി മടങ്ങി. 24 മണിക്കൂറിൽ ദിക്ർ ചെയ്യാത്ത സമയം ഈ വെള്ളവും ഈ ഉമ്മാമ്പഴവും കഴിക്കുന്ന സമയം മാത്രം. ബാക്കി മുഴുവൻ സമയം അള്ളാഹുവിന്റെ ഇബാദത്തും ദിക്റും തസ്ബീഹുമായി കഴിഞ്ഞ ഈ മനുഷ്യൻ അള്ളാഹുവിനോട് 2 ആഗ്രഹം പറഞ്ഞു. അള്ളാഹുവേ, ഞാൻ മരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ സുജൂദിനായി കിടക്കുമ്പോൾ എന്റെ റൂഹിനെ പിടിക്കണം. എന്നിട്ട് എന്റെ മയ്യത്ത് പാപം ചെയ്ത ഒരാൾ തൊടുക പോലും ചെയ്യാതെ നിന്റെ മുമ്പിൽ എന്നെ ഹാജരാക്കണം. ഞാൻ പാപം ചെയ്തിട്ടില്ല. പാപം ചെയ്ത ഒരാൾ എന്റെ മയ്യത്തിൽ തൊടാനും പാടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ചിന്തിക്കണ്ട, ഇനി ചിന്തിപ്പിക്കാനുള്ള സമയം എനിക്കില്ല. ആ മനുഷ്യൻ അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ സുജൂദിൽ കിടന്നപ്പോൾ ആ മനുഷ്യനെ അള്ളാഹു റൂഹ് പിടിച്ചു. ഒരു പാപിയുടെ കരസ്പർശനം പോലും ഏൽക്കാത്ത രീതിയിൽ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അടിമേ, എന്റെ ഔദാര്യമായിട്ട് ഞാൻ നിനക്ക് നിന്റെ സ്വർഗം തരികയാ. അപ്പൊ അയാള് പറഞ്ഞു, എത്ര വേണ്ട
നിന്റെ ഔദാര്യവും ഓശാരവുമായിട്ട് എനിക്ക് നിന്റെ സ്വർഗം ആവശ്യമില്ല. പാരാവാരം പോലെ പരന്നെടുക്കുന്ന മഹാസമുദ്രത്തിന്റെ നടുവിൽ ഉയർത്തി നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് 500 വർഷക്കാലം നിനക്ക് ഞാൻ ഇബാദത്ത് ചെയ്തവനാ. എന്റെ ഇബാദത്തിന് പകരമായി അതിന് പ്രതിഫലമായിട്ട് നിന്റെ സ്വർഗം എനിക്ക് തന്നാ മതി. അല്ലാഹു പറഞ്ഞു, ഇല്ല, എന്റെ ഔദാര്യമായി സൗജന്യമായി നിനക്ക് ഞാൻ എന്റെ സ്വർഗം തരികയാ. വേണ്ട റബ്ബേ, വേണ്ട. ഞാൻ 500 വർഷക്കാലം സാധാരണ ഇബാദത്തല്ല, നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഇബാദത്ത് ചെയ്തവനാണ്. അതിന് പകരമായി നീ നിന്റെ സ്വർഗം തന്നാ മതി എന്ന് പറയവേ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, 500 വർഷക്കാലത്തെ ഇബാദത്തിന് പകരമായിട്ട് എന്നോട് സ്വർഗം ചോദിക്കുകയാ. അതുകൊണ്ട് 500 വർഷക്കാലം ഇയാൾ എനിക്ക് ചെയ്ത ഇബാദത്തും ആ 500 വർഷക്കാലം ഞാൻ അവനെ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളും ഇത് രണ്ടും കൂടി നീ ഒന്ന് തൂക്കി നോക്കുക. ഏതാണ് കൂടുതൽ, ഏതാണ് കുറവെന്ന് നോക്കുക. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യൻ 500 വർഷം അള്ളാഹുവിനെ ഇബാദത്തും 500 വർഷം അള്ളാഹു അയാൾക്ക് തിരിച്ചു കൊടുത്ത അനുഗ്രഹങ്ങളും രണ്ടും കൂടി കണക്ക് കൂട്ടി നോക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ചെയ്തു കൊടുത്ത കോടാനുകോടി അനുഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു അനുഗ്രഹമായ അവന്റെ 2 കണ്ണുകൾ, ആ രണ്ട് കണ്ണെന്ന് പറയുന്ന അനുഗ്രഹം അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. അവന് കൊടുത്ത 2 കണ്ണ് എന്ന് പറയുന്ന അനുഗ്രഹത്തിന് പകരം വെക്കാൻ അയാളുടെ 500 വർഷത്തെ ഇബാദത്ത് തികയാതെ വന്നപ്പോ അള്ളാഹു ചോദിച്ചു, ഇനി പറയുക, എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം വേണോ, അതല്ല നിന്റെ ഇബാദത്തിന്റെ പ്രതിഫലമായിട്ട് നിനക്ക് സ്വർഗം വേണോ? ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ടല്ലാതെ നിനക്ക് സ്വർഗത്തിന് പോകാൻ കഴിയില്ല റബ്ബേ. ഇത് ഞാൻ പറഞ്ഞത് കഥയല്ല, മിത്തല്ല, ഐതിഹ്യമല്ല. ഇതാര് പറഞ്ഞതെന്നറിയോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കപ്പന മരത്തിന്റെ ഓലകളെ ചാരി വെച്ച മസ്ജിദിന്റെ നബവിയുടെ ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് ബനൂ ഇസ്രായേൽ ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. മുഹമ്മദേ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടല്ലാതെ ഒരാൾ സ്വർഗ്ഗത്തിൽ കടക്കില്ല. ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഇലാഹി യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു. പടച്ചറപ്പിന്റെ കാരുണ്യമാണ് കാര്യത്തിൽ എനിക്കും ആവശ്യമെന്ന്. ലോകത്തിന്റെ മുത്തേ, ആദർശത്തിന്റെ സത്തേ, ആമിനയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരും കടന്നു വരാത്ത പർവ്വതത്തിന്റെ മുകളിൽ, സമുദ്രത്തിന്റെ നടുവിൽ ഭാര്യയോട് വേണ്ടിയിട്ടില്ല, മക്കളെ താലോലിച്ചിട്ടില്ല. രാവിലെയും വൈകുന്നേരവും ഒരു കുമ്പിൾ വെള്ളവും ഒരു റൊമ്മാൻ പഴവും മാത്രം കഴിച്ചിട്ട് 500 വർഷം ഇബാദത്ത് ചെയ്തപ്പോ അല്ലാഹു നൽകിയ കോടാനുകോടി അനുഗ്രഹത്തിൽ നിന്ന് ഒരു അനുഗ്രഹമായ കണ്ണിന്റെ അനുഗ്രഹത്തിന് പകരം വെക്കാൻ പോലും ആ മനുഷ്യന്റെ ഇബാദത്ത് തികയാതെ വന്നാൽ നമ്മുടെ ദിക്റുകൾ എങ്ങനെയാണ്? ആണ്ടവർക്ക് ഒരു പ്രാവശ്യങ്ങളിലോ വല്ലപ്പോഴും റമദാനിലോ ഒരു ഹജ്ജിന്റെ ഉള്ളിലോ നാം ചെയ്യുന്ന ദിക്റുകൾ എങ്ങനെയാണ് പടച്ചറപ്പ് നമുക്ക് ചെയ്ത അനുഗ്രഹത്തിന് പകരമാവുക? കണ്ണെന്ന അനുഗ്രഹത്തിന് പോലും. അപ്പൊ പിന്നെ നമ്മുടെ ദിക്റ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പകരമാവുക? ആവ മനുഷ്യന്മാരെ, ആവില്ല. അല്ലാഹു തന്ന അനുഗ്രഹം അനുഗ്രഹമല്ലാത്ത അനുഗ്രഹമാണ്. പടച്ചറപ്പിന്റെ അനുഗ്രഹത്തെ തൃപ്തപ്പെടുത്താൻ തീരുമാനിച്ചാൽ മാനവാ, നിനക്കത് സാധ്യമല്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എത്ര പറഞ്ഞാലും പടച്ചറപ്പ് ചെയ്തു തന്ന അനുഗ്രഹം എത്രയാ? ആ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന അടിമകളായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തന്ന അനുഗ്രഹം എന്താ അനുഗ്രഹം? അപ്പൊ നമ്മൾ പറയും, അല്ലാഹ് എനിക്കൊരു അനുഗ്രഹം തന്നിട്ടില്ല. അല്ലാഹു എനിക്കൊരു അനുഗ്രഹവും തന്നിട്ടില്ല, എനിക്കെന്ന് ജീവിതത്തിൽ കണ്ണീരേ ഉള്ളൂ. അപ്പൊ പിന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. എന്താ നിങ്ങൾ അതിനെ കുറിച്ച് പറയാം? മനുഷ്യരെ, എനിക്കെന്ന് കണ്ണീരേ ഉള്ളൂ ഉസ്താദേ, എന്റെ ജീവിതമേ ബുദ്ധിമുട്ടാണ്,
ഞാൻ ഒരിക്കൽ എന്റെ ഉമ്മയുടെ ചികിത്സാർത്ഥം എറണാകുളത്ത് പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറെ കാണാൻ ഡോക്ടറെ അടുത്ത് വിശാലമായ ക്യൂ ആണ്. ഞാൻ കയറിയ രാവിലെ 10 മണി മുതൽ ഒരു ഉമ്മയുടെ കയ്യിൽ ഇരുന്നിട്ട് 3 വയസ്സുള്ള ഒരു കുഞ്ഞു വല്ലാതെ നിർത്താതെ കരയുന്നുണ്ട്. ഞാൻ ഡോക്ടറെ കാണുമ്പോൾ വൈകുന്നേരം 3 മണിയായി. ആ സമയം വരെ ആ കുഞ്ഞ് നിർത്താതെ കരച്ചിലാണ്. അവരാ കുഞ്ഞിന്റെ കണ്ണ് തുറക്കുന്നില്ല. കുഞ്ഞ് കണ്ണ് തുറക്കും, കരയും. ആ കുഞ്ഞു വല്ലാതെ കരയുകയാണ്. കുറെ കഴിഞ്ഞ് ഞാൻ അവരുടെ ചാരത്തേക്ക് നിന്നു. എന്താ ഇങ്ങനെ കുഞ്ഞ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അവരെന്നോട് ഉസ്താദേ കബീർ വാക്കവിയാണോ? അതെ. ഞങ്ങൾക്ക് മനസ്സിലായില്ല. കാസറ്റ് കേട്ടിട്ടുണ്ട്. ഉസ്താദേ ദുആ ചെയ്യണേ. 3 വയസ്സുള്ള കുഞ്ഞുമോനാണ്. ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ കുഞ്ഞ് കരയുന്നത്? ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞ മറുപടി ഇന്നേ വരെ എന്റെ കൽവിൽ നിന്ന് മാറിയിട്ടില്ല. ഉസ്താദേ പ്രസവിച്ച അന്ന് കരയാൻ തുടങ്ങി എന്റെ കുഞ്ഞ്. ഈ 3 വർഷമായി നിർത്താതെ കരച്ചിലാണ്. എന്താ കാരണമെന്നറിയോ? ആ കുഞ്ഞിന് ക്യാൻസർ അല്ല, ആ കുഞ്ഞിന് ബ്രെയിൻ ട്യൂമർ അല്ല, അത് തലച്ചോറിലെ വേദന കൊണ്ട് കരയുന്നതല്ല, അതിന്റെ ഹാർട്ടിന് സുഷിരം വന്നതല്ല. എന്താണെന്നറിയോ? ആ കുഞ്ഞിന്റെ കണ്ണീര് അല്ലാഹു കണ്ണുനീര് കൊടുത്തിട്ടില്ല. നമ്മുടെ ഈ കണ്ണിന്റെ ഉള്ളിൽ ലൈസോസൈം എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് കണ്ണെപ്പോഴും വഴുവഴുപ്പിന് കിടക്കുക. ഈ പോള ഇങ്ങനെ തുറക്കുമ്പോൾ വഴുവഴുപ്പോടെ തുറന്നു പോവുക. ആ കുഞ്ഞിന്റെ കണ്ണ് വരണ്ട് കിടക്കുകയാണ്. അത് ലൈസോസൈം എന്ന് പറയുന്ന കണ്ണുനീരിന്റെ ഗ്രന്ഥിയില്ല. ആ കാരണത്താൽ കണ്ണോള തുറക്കുമ്പോ കൃഷ്ണമണിയിൽ കണ്ണോള നിർത്തിയിട്ട് വല്ലാത്ത വേദനയാണ്. ആ കുഞ്ഞിന്റെ രോഗം എന്തെന്നറിയോ? കരഞ്ഞാൽ കണ്ണുനീർ പാടിപ്പിക്കുന്ന ലൈസോസൈം എന്ന് പറയുന്ന ഹോർമോണില്ല. ഉസ്താദേ കണ്ണുനീരില്ലാത്തത് കണ്ടാണ് എന്റെ കുഞ്ഞ് കരയുന്നതെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. കരയുമ്പോൾ കണ്ണുനീര് വന്നാൽ ആ കണ്ണുനീര് പോലും റബ്ബിന്റെ അനുഗ്രഹമാ. കരയുമ്പോൾ കണ്ണുനീര് വന്നാൽ ആ കണ്ണുനീര് പോലും അല്ലാഹുവിന്റെ അനുഗ്രഹമാ. സുബ്ഹാനല്ലാഹ്. എന്താ പറയുക? എത്ര ശുക്ർ പറഞ്ഞാലാ തീരുക? ഈ വിഷയം എങ്ങനെ അരമണിക്കൂർ പറഞ്ഞവർക്ക്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പറഞ്ഞു, സഹാബ ഇന്നലിൽ ഇൻസാനി 360 മഫ്സല. ഒരു മനുഷ്യ ഹൃദയത്തിൽ 360 സന്ധികളുണ്ട്. ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത, ഒരു ലബോറട്ടറിയിലെ ഗവേഷണം നേടിയിട്ടില്ലാത്ത, ഡയലിറ്റേറ്റ് പ്രൊഫറ്റ് ഓഫ് അറേബ്യ, അറേബ്യയുടെ നിരക്ഷരനായ പ്രവാചകൻ പറയുകയാണ്, ഒരു ഡയഗ്നോസിസ് ഇല്ല, ഒരു സ്റ്റെതസ്കോപ്പ് ഇല്ല, ഒരു ഏതെങ്കിലും ഒരു ദർശനീയ ഉപകരണങ്ങളില്ല. മനുഷ്യ ഹൃദയത്തിൽ 360 ജോയിന്റുകളുണ്ട്. ഓരോ ജോയിന്റുകളും നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോ അതിന് ശുക്രായി ഓരോ ദീനാറുകൾ നിങ്ങളുടെ സദഖ ചെയ്യണേന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യ ശരീരത്തിൽ 360 സന്ധികളുണ്ട്. ഈ വിരലില് 1, 2, 3, 4, 5, 6. അപ്പൊ ഓരോ പ്രാവശ്യവും ഒരു സന്ധി ഇങ്ങനെ മടങ്ങി കൂടുമ്പോ എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. മടങ്ങി നോക്കുമ്പോ ഞാൻ ഈ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ എത്ര പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് പറയണം? എന്റെ തടയല് മുട്ടുന്നു, കൂട്ടുന്നു. ഒരു പ്രാവശ്യം നീ സന്ധി എന്ന് ഉപയോഗിച്ചാൽ ആ സമയത്ത് നീ പറയണേ അൽഹംദുലില്ലാഹ്. അങ്ങനെ പറയുമ്പോഴാണ് ഓർക്കുന്നത്, അല്ലാഹുവേ ഞാനിപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ ഇങ്ങനെ ഈ സന്ധികൾ തുറന്നിട്ട് അത് നിവരാൻ വേണ്ടിയാണ് എനിക്ക് ചുറ്റും എത്ര ആളുകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തനായി എന്റെ ഈ സന്ധികൾ നിവൃത്തിയിലേക്ക് തന്നല്ലോ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, അല്ലാഹുവേ അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ ശബ്ദം വെളിയിൽ കേൾക്കുന്നുണ്ട്.
രക്തം കൊടുക്കാൻ പറ്റുമോ? ആകെ ഒരു മാസത്തെ ശമ്പളം കൂടിയാണ്. ആകെ ഒരു മാസം ശമ്പളം 600 രൂപയാണ്. അതുകൊണ്ട് 2 വർഷം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ പിന്നെ ഒരു 1000 രൂപ ഇവിടെ കടവും. ഗൾഫുകാരൻ ഇവിടെ നിന്ന് കടം മേടിച്ച് നാട്ടിൽ പോകും. അവിടെ നിന്ന് കടം മേടിച്ച് പിന്നെ ഇവിടെ വരും. എന്നിട്ട് ആ വാങ്ങിച്ച കടം ഇവിടെ നിന്ന് തീർക്കും. എന്നിട്ട് ഇവിടെ നിന്ന് കടം മേടിച്ച് ഇതാ പാവപ്പെട്ടവന്റെ കടം. അവിടെ പോകുമ്പോൾ അത്ര കുറഞ്ഞു പോയാൽ, സ്പ്രേ കുറഞ്ഞു പോയാൽ പിന്നെ കുടുംബം തന്നെ കയറുന്നു. അപ്പൊ ആദ്യമായിട്ട് പോയിട്ട് എനിക്ക് അവന്റെ പാട്. ഗൾഫുകാരൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പെട്ടി ഉണ്ടാവും, ഇവിടെ നാട്ടിലോട്ട് പോകുമ്പോൾ ഒരു പെട്ടി ഉണ്ടാവും. 6 മാസം കഴിഞ്ഞ് അവിടെ നിന്നോട് വരുമ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടാവും. ഇതിനപ്പുറത്തോട്ട് ഗൾഫുകാരനൊന്നും മിച്ചമൊന്നും ഉണ്ടാവും. അതാണ് ഗൾഫുകാരൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ ആയുസ് മുഴുവൻ ഇവിടെ അങ്ങോട്ട്. മലയാളത്തെ പ്രശസ്തമായ ഒരു നോവലുണ്ട്. വാപ്പ ഇവിടെ കിടന്ന് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അവസാനം ഷുഗറൊക്കെ പിടിച്ച് കവളൊക്കെ ഒട്ടി ആരോഗ്യമൊക്കെ പോയി നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ കണ്ട് മോൻ കിടന്ന് കളിക്കാൻ വിട്ട്. ആടുജീവിതത്തിലുണ്ട്, ബെന്യാമിന്റെ ആടുജീവിതത്തിൽ. അതൊരു ബെസ്റ്റ് സെല്ലറാണ്. യഥാർത്ഥത്തിൽ ഒരു പച്ചയായ കഥ പറഞ്ഞാണ് അത് ബെസ്റ്റ് സെല്ലറായത്. അപ്പൊ കുട്ടി പറഞ്ഞു, ഉമ്മ അതാ പോസ്റ്റ്മാൻ വന്നു, പപ്പയെ കേട്ടോ. അപ്പൊ ഉമ്മ ഓടി വന്ന് നോക്കിയപ്പോ ഭർത്താവ് ഗൾഫിൽ കഷ്ടപ്പെട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക. ഉമ്മ പറഞ്ഞു, മോനെ അത് പോസ്റ്റ്മാനല്ല, നിന്റെ വാപ്പ. അപ്പൊ കുട്ടി പറഞ്ഞു, വാപ്പ ഗൾഫിലോട്ട് വന്നപ്പോ ഉള്ള അന്നത്തെ നല്ല ചൊങ്കുള്ള ഫോട്ടോ എടുത്തിട്ട് വീടിന് മുമ്പിൽ ഉമ്മ വെച്ചിട്ടുണ്ട്. കുട്ടി പറഞ്ഞു, ഈ വാപ്പായ എനിക്ക് വേണ്ട, എനിക്ക് ഈ ചുരുക്കുള്ള ഈ ചൊങ്കുള്ള വാപ്പായ മതി. നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണം. യഥാർത്ഥത്തിൽ ഗൾഫുകാരൻ്റെ ജീവിതമാണ്. എനിക്ക് ഈ വാപ്പായ വേണ്ട, ഈ വാപ്പായ കുട്ടി കണ്ടിട്ടില്ല. കുട്ടിക്ക് ഈ ചൊങ്കുള്ള ഫോട്ടോയിൽ ഇരിക്കണം പഴയ ആ വാപ്പായ. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് ജീവിക്കുകയും പടച്ചറമ്പ് എപ്പോഴും ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവനാണ് ഉറപ്പാണ്. ഈ 600 റിയാലിന്റെ പണി, ഈ 1000 റിയാലിന്റെ പണി. ഇത് കേട്ട ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മസ്ജിദുൻ നബവിയുടെ വരാന്തയിൽ നിൽക്കുന്ന സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓരോ അവയവങ്ങളും ഉപയോഗിച്ചതിന് പകരമായി തസ്ബീഹ് നബിയെ ഓരോ ദിനാർ എടുക്കാൻ ലാ താഖത ലനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് കഴിവില്ല നബിയെ. അപ്പൊ അവരുടെ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്താതിരുന്നാൽ ഞങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരായില്ല നബിയെ. അപ്പോഴാണ് ഹബീബായ മുത്തു പറഞ്ഞത്, ബിലാലേ വകുല്ലു തക്ബീറത്തുൻ സദഖ വകുല്ലു തഹ്ലീലത്തുൻ സദഖ. ഒരു സദഖ കൊടുക്കാനില്ലെങ്കിൽ ഒരു പ്രാവശ്യം നീ അല്ലാഹു അക്ബർ പറഞ്ഞു, അൽഹംദുലില്ലാഹ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അത് നിനക്കൊരു സദഖയുടെ പ്രതിഫലം നൽകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ധാരാളമായി അവിടെ അനുഗ്രഹങ്ങൾക്ക് നിഅമത്ത് രേഖപ്പെടുത്തണം. ഏറ്റവും കൂടുതൽ പറയണം അൽഹംദുലില്ലാഹ്. എന്ത് പറയണം? എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. അല്ലാഹു പറയാൻ തൗഫീഖ് നൽകട്ടെ. വെള്ളം കുടിച്ചു, എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. അറിയാം. വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാഹ് അറിയോ? അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല മാഅ തഹൂറാ. ഈ വെള്ളത്തെ എനിക്ക് ശുദ്ധമാക്കി തന്ന എന്റെ റബ്ബേ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. എന്തിനാ വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം? ഈ വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടതിനാ? അതെന്തിനാന്ന് ചോദിച്ചാൽ പറയണതിനൊരു കാരണമാണല്ലോ. നിങ്ങൾ ഈ വെള്ളത്തിന്റെ രാസനാമം എന്താ? അതറിയാമെങ്കിൽ പിന്നെ ഇവിടെ ജോലി എടുക്കണ്ടേ? ഇതറിയാമെങ്കിൽ പിന്നെ അവിടെ വല്ല കോളേജിൽ രക്ഷമാകുന്നുള്ളൂ. ഈ വെള്ളത്തിന്റെ രാസനാമം എന്താ? H2O. ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ 1 ആറ്റവും ചേർന്ന് വെള്ളവും. ശരി, ഹൈഡ്രജന്റെ ഗുണം എന്താ? ഹൈഡ്രജൻ സ്വയം കത്തും. ഹൈഡ്രജൻ നക്ഷത്രങ്ങളിലൊക്കെ വെളിച്ചമുള്ളതിനകത്ത് അതിന്റെ വാതകം ഹൈഡ്രജനും ഹീലിയവുമാണ്. അതുകൊണ്ടാണ് നക്ഷത്രം എപ്പോഴും സൂര്യനൊക്കെ സ്വയം കത്തുന്നത്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ സ്വയം കത്തും. ഓക്സിജന്റെ ജോലിയോ?
വൃത്തിയുടെ ജോലിയ. ഇത് പെട്രോളും തീയും രണ്ടും കൂടെ ഉണ്ടായിരുന്നതാണ്. ഹൈഡ്രജൻ സ്വയം കത്തുന്ന തീ, ഓക്സിജൻ കത്താസായി, ഇത് രണ്ടും കൂടെ കൂടി എന്തുണ്ടാവണം? പെട്രോളിലോട്ട് തീപ്പിടി വെച്ചിട്ട് എന്തുണ്ടാവണം? അത് പറഞ്ഞു. ഇനി അത് ബുഹാരി പറഞ്ഞു. അത് പറഞ്ഞോട് ഹൈഡ്രജന്റെ രണ്ടാറ്റം സ്വയം കത്തുന്ന രണ്ടെണ്ണം, കത്താൻ സഹായിക്കുന്ന ഒരെണ്ണം, ഇത് രണ്ടും കൂടെ കൂടി എന്തായി? അള്ളാഹുവെ, കത്താൻ സഹായിക്കുന്ന സ്വയം കത്തുന്ന രണ്ടാറ്റം, അതിനെ കത്താൻ സഹായിക്കുന്ന മറ്റൊരാറ്റം, അത് മൂന്നും കൂടി, അത് രണ്ടും കൂടി കൂടിയപ്പോ കത്തുന്ന വെയിൽ പൊരിഞ്ഞു വരുമ്പോ ഞാൻ ഈ വെള്ളം കുടിച്ചപ്പോ എന്റെ വയറിന്റെ കത്തല് മാറി, എന്റെ വയറിന് തണുപ്പ് കിട്ടി. കത്തുന്ന രണ്ട് സാധനങ്ങൾ കൊണ്ട് എന്റെ വയറിന് തണുപ്പ് തന്ന അൽഹംദുലില്ലാ. ഇത് പറഞ്ഞാൽ വാങ്ങില്ല, പോയുള്ളൂ. എങ്ങനെ ആകാശത്ത് മഴ പെയ്തു? എന്ത് പറയണം? എന്ത് പറയണം? അൽഹംദുലില്ലാ. കാരണം എന്താ? മേഘത്തിൽ നിന്നാണ് മഴ വരുന്നത് ആണല്ലോ. എന്നിട്ട് ഇത് പഠിക്കും. മേഘത്തിൽ നിന്നാണല്ലോ മഴ വരുന്നത്. ഏറ്റവും താഴെയുള്ള മേഘം ഭൂമിയിൽ നിന്ന് 10,000 കിലോമീറ്റർ മുകളിലാ. ആ മേഘത്തിൽ നിന്ന് മഴത്തുള്ളി താഴോട്ട് വരുമ്പോ ഒരു മണിക്കൂറിൽ 900 കിലോമീറ്റർ സ്പീഡിലാണ് മഴത്തുള്ളി താഴോട്ട് വരിക. ആ വന്ന അതേ വേഗതയിൽ മഴത്തുള്ളി വന്ന് നമ്മുടെ തലയിൽ വീണാൽ തലയോട്ടി ചിതറിത്തെറിച്ചു പോകും. പക്ഷേ അള്ളാന്റെ അടിമകൾ താമസിക്കുന്ന ഭൂമിയുടെ 1 കിലോമീറ്റർ മുകളിലെത്തുമ്പോ 900 കിലോമീറ്റർ വേഗത്തിൽ വന്ന മഴത്തുള്ളിയുടെ വേഗത 1 മണിക്കൂറിൽ 9 കിലോമീറ്ററായി കുറയുകയാണ്. ആ മഴത്തുള്ളിയാണ് നമ്മുടെ തലയിൽ വീഴുന്നത്. അതുകൊണ്ട് അല്ലാഹുവേ, അതെങ്ങാനും അതേ വേഗതയിൽ എന്റെ തലയിൽ വീണാൽ എന്റെ തലച്ചോറ് തിരിച്ചു പോകുമല്ലോ. അൽഹംദുലില്ലാ. അപ്പോ ആ അതേ വേഗതയിൽ വന്ന തലയിൽ വീണത് കൊണ്ടാണ് ആറുതമൂലവർക്കങ്ങൾ തകർന്നു പോയത്. നമ്മുടെ തലയുടെ മുകളിലെത്തുമ്പോ നമ്മളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കാത്ത പലിശക്കാരന്, ഉമ്മയെ ലൈംഗിക ബന്ധത്തിൽ ഉപയോഗിക്കുന്നവർ, കള്ളുകുടിയന്, ഇങ്ങനെ പല വിധത്തിലുള്ള അടിമകളാണ്. സ്വന്തം ഉമ്മയുടെ നേരെ ലൈംഗിക ആരോപണം, ലൈംഗിക ബന്ധം നടക്കുന്ന ഒരു സമൂഹത്തിന് തൊട്ടുപുറകെയാണ് ദജ്ജാൽ വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരങ്ങളെ, ഇത് ഇൻഷാ അല്ലാഹ് 17 അഗ്നിക്രിയാവസ്ഥകൾ ഇപ്പൊ വിശദമായിട്ട് പറയാം. എല്ലാ ദജ്ജാലിന്റെ കാലത്ത് കേട്ടു മനുഷ്യൻ നശിക്കാൻ പോവുകയാണ്. ആ മനുഷ്യന്റെ തലയുടെ മുകളിലെത്തിയപ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം എത്രയാണ്, 9 കിലോമീറ്ററായി കുറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വഅംതർനാ അലൈഹിം മഴ ആകാശത്ത് പെയ്യുമ്പോ വഖുലിൽ ഹംദുലില്ലാ സയരീകും ആയാതിഹി ഫതഅരിഫുനഹാ. ആ സമയത്ത് നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയണേ. ഇങ്ങനെ എത്രയെത്ര പറയാൻ സമയമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ പറയണം. പറയില്ലേ? നിസ്കാരത്തിന് കൈകെട്ടുമ്പോ എന്ത് പറയും? റുക്കൂയിലേക്ക് പോകുമ്പോ, സുജൂദിലേക്ക് പോകുമ്പോ, സുജൂദിൽ എഴുന്നേൽക്കുമ്പോ, വീണ്ടും സുജൂദിൽ പോകുമ്പോ, രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ, റുക്കൂയിലേക്ക് പോകുമ്പോ, റുക്കൂയിൽ എഴുന്നേൽക്കുമ്പോ, അതാ സമയം എടുക്കൊന്നുമില്ല. അതിന് മാത്രം സമയം വേണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തിന്റെ നബിയുടെ നമസ്കാരം തുടങ്ങി. അല്ലാഹുവിന്റെ
ദുനിയാവിലുള്ള ദിക്റിൽ നാളെ പരലോകത്ത്, ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ദിക്ർ പോലെ പരലോകത്തുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് പറയണം? എന്ത് പറയണം? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. എപ്പോഴും പറയണം അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞാൽ നാളെ സ്വർഗത്തിന്റെ നാളെ ഹിസാബ് കഴിഞ്ഞു. അള്ളാഹുയുടെ ഹിസാബ് ലഘൂകരിച്ചു തരണം. അള്ളാഹുയുടെ ഹിസാബ് ലഘൂകരിച്ചു തരണം. ഹിസാബ് കഴിയുമ്പോൾ പറയണ വാക്യാണ് എന്റെ ഹിസാബ് കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ, ഞാനിനി സ്വർഗത്തിലേക്കാ. അങ്ങനെ നേരെ സ്വർഗത്തിൽ പോയി സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. ആദ്യമായിട്ട് സ്വർഗം കാണുമ്പോ ഒരു സത്യവിശ്വാസി പറയുന്ന വാക്കല്ല, ഖുർആൻ ഖുർആനാണ്. വഖാല അൽഹംദുലില്ലാഹി അൽദീ സദഖനാ വഅദാ വഅൗറതനാ വനതബവ്വഉ മിനൽ ജന്നതി ഹൈഥു നശാ ഫനിഅമ അജ്റുൽ ആമിലീൻ. സ്വർഗത്തിന്റെ വാതിൽ തുറക്കവേ അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോ സത്യവിശ്വാസികൾ പറയും അൽഹംദുലില്ലാ, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. അല്ലദീ സദഖനാ വഅദാ, നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പൂർത്തീകരിച്ചല്ലോ. എന്തൊക്കെയാണ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്? ഹബീബായ നബിയോട് ചോദിച്ചു, ഒരാൾ സ്വർഗത്തിലേക്ക് കിടന്നാൽ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതാണ് നബിയേ? ഏതാദ്യം കൊടുക്കുന്ന ഭക്ഷണം? സ്വർഗത്തിൽ കയറിയ ആദ്യം കിട്ടുന്ന ഭക്ഷണം ഏതാ? ശവായിയ. നിങ്ങൾ ഈ ശവായി എന്ന് പറഞ്ഞ എന്താ സാധനം? നന്നായിട്ട് തീര് വെച്ചിട്ട് തൊലി ഉരിച്ച കോഴിയെ ഈ ശവായി ആദ്യം പറഞ്ഞ ഖുർആനാണ്. സൂറത്തുൽ മആരിജ് ശവാ അൽഫിയാവ നസാഅത്തൻ ലിശവാ. എടാ, തൊലി ഉരിച്ച കോഴിയെ തീര് വെച്ച് ചുട്ടിട്ട് നീ വലിച്ചു തിന്നുമ്പോ ഓർക്കണം, ഇതേപോലെ നാളെ നരകത്തിൽ ലവാ എന്ന നരകത്തിൽ നിന്റെ തൊലി ഉരിച്ചിട്ട് ഇതേപോലെ തീര് വെച്ച് അല്ലാഹു ചുട്ടെടുക്കുമ്പോഴാ. അങ്ങനെ ചുട്ടെടുക്കുന്ന സാധനത്തിന്റെ പേരാണ് ശവായി. ഖുർആൻ പഠിക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നാളെ സ്വർഗത്തിൽ കിട്ടുന്ന ആദ്യത്തെ ഭക്ഷണം ഏതാണ് നബിയെ? പൊരിച്ച മീനിന്റെ കരളാണ് ആദ്യത്തെ ഭക്ഷണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തിന്നാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തിന്നാൻ തൗഫീഖ് നൽകട്ടെ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ള കദളിപ്പഴം തിന്നാനും. അല്ലാഹു അതൊക്കെ തിന്നാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് ചെയ്യണം? ധാരാളം അല്ലാഹുവിന്റെ നിഅമത്തിനെ ശുക്ർ രേഖപ്പെടുത്തണം. ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാ എന്ന് നന്നായിട്ട് ഇൻഷാ അല്ലാഹ് പറയൂ. അപ്പൊ ആദ്യം അൽഹംദു പറഞ്ഞു, സമിഅല്ലാഹു ലിമൻ ഹമീദ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ദിക്റാണ് അൽഹംദുലില്ലാ. ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും അല്ലാഹു അക്ബർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയും ഏറ്റവും കൂടുതൽ പറഞ്ഞ ദിക്ർ സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആള് ഭയങ്കര ശുദ്ധായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഈ 4 ദിക്റുകൾ ഒന്നിച്ചു കൂട്ടിയതാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 4 ഖലീഫമാർ പറഞ്ഞ ദിക്ർ ഒരുമിച്ച് കൂട്ടിയ വാക്കാണ് ഇനി തീർന്നു. ഇന്നത്തെ തീർന്നു. അൽഹൗകലതു ശിഫാഉൽ ലിസ്സത്തിൻ വതസീന ദാ. പരിവായങ്ങൾ ഹൗകല പറഞ്ഞു, അത് 99 ലോകത്തിലുള്ള മരുന്നാണ്. ഐസറുഹാൽ ഹമ്മു
ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാഹുലരേഖ്യം മുഴുവനും അതിനുള്ളതാ. അപ്പൊ ഇൻഷാ അല്ലാഹ് പതിവായിട്ട് ഹൗക്കര പറയാം. ഹൗക്കര എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഇൻഷാല്ലാഹ് പറയില്ലേ? എപ്പോഴാ പറയാ? അതിരാവിലെ സുബഹിക്ക് ശേഷം നല്ലതാ, അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ. അതിരാവിലെ സുബഹിക്ക് ശേഷവും പിന്നെ മഗ്‌രിബിന് ശേഷവും കുറേശ്ശെ കഴിക്കും. ലാ ഹൗല ലേഖ്യം കഴിക്കണം. അപ്പോ മഗ്‌രിബിന് ശേഷവും സുബഹിക്ക് ശേഷവും ലാ ഹൗല വലാ ഖുവത. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഭയങ്കര ദിക്റാണ്. ജീവിതത്തിലെ വലിയൊരു സംരക്ഷണമാണ്, ഒരു വലിയ കൂട്ടാണ്. നാളെ പടച്ച റബ്ബിന്റെ പ്രതിഫലം കിട്ടുന്നതാണ്. കാര്യമായി ചൊല്ലുക, പ്രവർത്തിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മസ്ജിദ് ഹംദാൻ സ്ട്രീറ്റ് അവിടെയാണ് പ്രസംഗം. നാളെയും കൂടി ഉള്ളൂ ഇൻഷാ അല്ലാഹ് അബുദാബിയിലെ പള്ളിയിലെ പ്രസംഗം. മറ്റന്നാൾ മുതൽ ഞാൻ ഫുജൈറ, റാസൽ ഖൈമ, ഷാർജ, ദുബൈ ഒക്കെ പോവാണ്. ഇനി 16-ാം തീയതി 17-ാം തീയതി രാവിലെ ഇൻഷാ അല്ലാഹ് ഇനി അബുദാബിയിലേക്ക് പോകും. ഇനി എന്റെ ചാർട്ട് അങ്ങോട്ടാണ്. 17-ാം തീയതി ഇൻഷാ അല്ലാഹ് അഡ്നിക് എക്സിബിഷൻ സെന്ററിൽ നമ്മുടെ റമദാൻ സമാപന പ്രഭാഷണങ്ങളൊക്കെ 18-ാം തീയതി ഇൻഷാ അല്ലാഹ് തിരിച്ചു പോയി. ലാസ്റ്റ് സമാപന പ്രഭാഷണം എല്ലാ സൗകര്യവും കണക്കിലെടുത്ത് ഇസ്ലാമിക് സെന്ററിൽ കഴിഞ്ഞ പരിപാടിക്ക് ആളുകൾക്ക് കയറാൻ പറ്റാതെ ആളുകൾ തിരിച്ചുപോയി. ആ ഒരു അവസ്ഥ കണക്കിലെടുത്തിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബിന്റെ പരിശ്രമം അല്ലാഹു നല്ല ആഫിയത്ത് കൊടുത്തിട്ട് അഡ്നിക് എക്സിബിഷൻ സെന്റർ ഔഖാഫിനോട് പറഞ്ഞ് ശരിയാക്കിയിരിക്കുകയാണ്. ആ ഒരു സെന്ററിൽ പ്രസംഗം തന്നെ നടന്നിട്ടില്ല. 3 ലക്ഷം റിയാലാണ് അതിന്റെ വാടക. 19 ലക്ഷം രൂപ മുടക്കി 19 ലക്ഷം രൂപ വാടക കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അന്ന് എല്ലാവരും ഉണ്ടാവും. നമ്മുടെ റമദാൻ സമാപന പ്രഭാഷണം നടക്കും. തൗബയും പ്രത്യേക ദുആയും നടക്കും. നമ്മുടെ കേരളത്തിലെ റമദാൻ പ്രഭാഷണം ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നിങ്ങളുടെ കൂടെയാണ്. അത് ദിവസം ഞാൻ പോവുകയും ചെയ്യും. അപ്പൊ എല്ലാ സഹോദരങ്ങളും അന്ന് നേരത്തെ തട്ടിപ്പാക്കണം. 17-ാം തീയതി തറാവി കഴിഞ്ഞാൽ നേരെ അഡ്നിക്കിലാണ്. സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പരമാവധി എല്ലാവരും നമ്മുടെ കൂട്ടുകാരെയൊക്കെ എത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ സ്നേഹിതന്മാരാക്കി തരട്ടെ. നമ്മുടെ എല്ലാ സ്നേഹിതന്മാരും കൂട്ടുകാരും ധാരാളം ആളുകളുടെ സ്നേഹിതന്മാരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഫേസ്ബുക്കിൽ മാത്രം ഇവിടെ ഒക്കെ ബസ് സൗകര്യമുണ്ട്. ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തകർ അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് ചെയ്തിട്ടുണ്ട്. ബസ്സൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിൽ വന്നോളി. അതോടൊപ്പം തന്നെ ബസ് സൗകര്യമുണ്ട് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഇത് പറഞ്ഞ് നമ്മുടെ അഡ്നിക്കിലെ അവസാനത്തെ സദസ്സ് ഒരു വലിയ സദസ്സാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി എന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നാട്ടിലുള്ള ധാരാളം ആളുകൾ ഉസ്താദ് ഇപ്രാവശ്യം റമദാനിലെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് 1,02,000 കൂട്ടുകാരുണ്ട് ഫേസ്ബുക്കിൽ. ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ ഉസ്താദ് മസല ചോദിച്ചാൽ ഫേസ്ബുക്ക് ഉപയോഗിക്കും. വാട്സപ്പിൽ ഒരു പ്രശ്നവുമില്ല. ആയിരത്തിലുള്ള ദിക്റുകൾ ഫേസ്ബുക്കിൽ കൂട്ടായ്മ. പക്ഷേ അത് തിന്മയ്ക്ക് വേണ്ടി, ഫസാദിന് വേണ്ടി, ഹസദിന് വേണ്ടി, ഏഷനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണത് തിന്മയാണ്. അല്ലാതെ ഫേസ്ബുക്ക് ഹറാമൊന്നുമില്ല, അങ്ങനെ ആരും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നന്മയ്ക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ വലിയ സൗഹൃദം. ദുആ വസീം ഉസ്താദെ ദുആ ചെയ്യണേ. എൻ്റെ ഉമ്മയ്ക്ക് ഒരാൾ എൻ്റെ ഉമ്മയ്ക്ക് സുഖമില്ല ഉസ്താദെ, ഞാൻ ഉമ്മയെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഉസ്താദ് ഉമ്മയ്ക്ക് സുഖമില്ല ഉസ്താദെ ദുആ ചെയ്യാൻ പറഞ്ഞു. കെലീം ബാക്കവിന്ന് നമ്മുടെ ഖലീഫയുടെയൊക്കെ ഇതൊക്കെയുള്ള ഒരു കവർ പേജ് ഉണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് എൻ്റെ ഓരോ പരിപാടികളും അതോടൊപ്പം തന്നെ ഓരോ അപ്ഡേറ്റുകൾ ഉണ്ടാവും. അതിനകത്ത് ലൈക്ക് ചെയ്യുന്നതിന് 1,02,000 വരുന്ന സുഹൃത്തുക്കൾ. അള്ളാഹുക്ക് കർമ്മമായ പ്രതിഫലം നൽകി എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തെറി പറയുന്നവരുണ്ട്. അള്ളാഹുക്ക് പുറത്തു അതില്ല. പിന്നെ നമ്മളാവും. ലോകത്തുള്ള എല്ലാവരും നമ്മൾ അംഗീകരിക്കണമെന്ന് വിചാരിച്ച ഞാൻ എൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് ഒരിക്കൽ പോയി. അപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, മോനെ ഞാൻ ഓതിക്കഴിഞ്ഞ ഉടനെ ഒരു മഹല്ലി ജോലി. മഹല്ലിലെ മുഴുവൻ ആളുകളും എങ്ങനെയുണ്ട്? ഞാൻ ഉസ്താദെ മഹല്ലൊക്കെ റാഹത്താണ്. ഞാൻ വെറുതെ ഉസ്താദിനോട് ആളാവാൻ പറഞ്ഞു. മഹല്ലിലെ 100% ആളുകൾക്കും എന്നോട് ഭയങ്കര സ്നേഹവും. അപ്പൊ എന്നോട് ഉസ്താദ് ചോദിച്ചു, നിന്റെ മഹല്ലിലെ 100% ആളുകൾക്ക് നിന്നോട് കൃത്യം? ഞാൻ പറഞ്ഞു അതെ.
അപ്പൊ നീ അവരൊക്കെ ഏതൊക്കെ ഹറാമൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട്. നീ അള്ളാടെ ദീൻ കൃത്യമായി പറഞ്ഞിരുന്നെങ്കിൽ ഒരാണെങ്കിലും നിന്നെ എന്റെ ഉസ്താദ് എനിക്ക് പഠിപ്പിച്ച പാഠമാണ്. ഉസ്താദ് മരിച്ചു. 3 മാസം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് വന്നപ്പെട്ടു. അവർക്ക് അവരുടെ വിശാലമാക്കി കൊടുക്കും. എന്റെ ഉസ്താദ് എന്റെ ഉസ്താദ് മരിച്ചു കിടക്കുമ്പോ ഒരനുശോചന യോഗം നടന്ന മാലിന്റെ പ്രസിഡന്റ് പറഞ്ഞു, ഉസ്താദ് മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കാണാൻ പോയി. മയ്യത്ത് കണ്ടപ്പോ എനിക്ക് മരിക്കാൻ കൊതി തോന്നിപ്പോയി. മരിച്ചു കിടക്കാനായിട്ട് ഒരാൾ പറയും, മരിച്ചു കിടക്കുന്ന കണ്ടപ്പോ എനിക്ക് മരിക്കാൻ കൊതി തോന്നിപ്പോയി. അങ്ങനെ മരിക്കാൻ അള്ളാഹു തോന്നിയിരിക്കുന്നത്. മരിച്ച് മുത്തിരിച്ച് കിടക്കുന്നപ്പോ എനിക്ക് മരിക്കാൻ തോന്നി. അള്ളാഹു അങ്ങനെയുള്ള മരണം തരട്ടെ. ഉസ്താദ് അങ്ങനെയുള്ള വസിയത്ത്. അപ്പൊ അള്ളാഹുടെ ദീൻ പറയുമ്പോ എതിരാളികൾ ധാരാളം ഉണ്ടാവും. അവരുടെ ഹിദായത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ എതിർക്കാതെ തിരിച്ചു തരും പറഞ്ഞാൽ പിന്നെ അവര് നമ്മൾ തമ്മിൽ അവരെ അള്ളാഹുവെ സൽബുദ്ധി കൊടുക്കണേ. അവരൊക്കെ നാളെ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. അള്ളാഹുവെ ഒരു ഉമ്മത്ത് മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല സമയമായി റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും